നമ്മുടെ കടയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച GST ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തുന്നത്. ഞാൻ വഴി ഒട്ടേറെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയിലും വിദേശത്തുമായി ഈ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വളരെയധികം കസ്റ്റമർ സപ്പോർട്ടുള്ള, എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസ് ഉള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പക്ഷേ ഏറ്റവും വില കുറഞ്ഞ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ സോഫ്റ്റ്വെയർ വേറൊന്നുമല്ല, വ്യാപാർ ആപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാപാർ ആപ്പ് എന്താണ്, അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, പരമാവധി ഓഫറുകൾ എങ്ങനെയാണ് കരസ്ഥമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ കയ്യിൽ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറുണ്ട്. വ്യാപാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് വിൻഡോസിൻ്റെ OS ഉള്ളൊരു കമ്പ്യൂട്ടറാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിന് വ്യാപാർ ആപ്പ് ഉപയോഗിക്കാം. ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വ്യാപാർ ആപ്പ് ഉപയോഗിക്കാമെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. പലചരക്ക് കടയിൽ, സൂപ്പർ മാർക്കറ്റിൽ, പച്ചക്കറി കടയിൽ, മെഡിക്കൽ സ്റ്റോറിൽ, ഇലക്ട്രോണിക്സ് കടയിൽ, ഇനി നിങ്ങൾ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ, ഇപ്പം ടാക്സൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആധാരം എഴുത്ത് ഓഫീസാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുടിവെട്ട് കട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇന്ന ആൾക്കാരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. എത്രക്കാർക്കും ഏത് തരത്തിലുള്ള ബിസിനസ് നടത്തുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. തുണിക്കടക്കാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഓരോ കടയിലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ സ്ക്രീനിൽ ഒരു നമ്പർ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. അപ്പോൾ വ്യാപാർ ആപ്പ് ഡെസ്ക്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഈ കാണുന്ന URL നിങ്ങളുടെ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, അതേപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഈ ഒരു പേജിലേക്ക് വരും. ഇതാണ് നമ്മുടെ ലിങ്ക്, testsolutions.com/വ്യാപാർ പിന്നെ -offer. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ഓഫർ കിട്ടും. ഒരു വർഷത്തെ ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പം 1 മാസം എക്സ്ട്രാ വാലിഡിറ്റി കിട്ടും. 3 മാസത്തെ ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പം 3 മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കിട്ടും. അതേപോലെ തന്നെ മലയാളം സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഡൗൺലോഡ് വ്യാപാർ ആപ്പ് നൗ എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. മുകളിൽ പ്രോഗ്രസ് ആകും. അതുകൊണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ മലയാളം സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ഞാൻ വ്യാപാർ ആപ്പിൻ്റെ ഓഫീസിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയിട്ടുള്ളതാണ്. വ്യാപാർ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റാൾ ആയി ഓപ്പൺ ആകുമ്പം ഏറ്റവും ആദ്യം വരുന്ന സ്ക്രീൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്തുള്ളവർക്കും വ്യാപാർ ആപ്പ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഈ റെഫറൽ കോഡ് എന്നുള്ളത് RJJOV എന്ന് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ തന്നെ ഈ ഒരു റെഫറൽ കോഡ് ഓട്ടോമാറ്റിക് അപ്ലൈ ആകുന്നതാണ്. അതിനുശേഷം ലോഗിൻ എന്ന് കൊടുക്കുക. നമുക്ക് ഒരു OTP വരിക കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക്. OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് എ ഫ്രീ ഡെമോ നൗ, ടോക്ക് ടു എ പേഴ്സണൽ അക്കൗണ്ട് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെമോയ്ക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലോർ മൈസെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഐ വിൽ എക്സ്പ്ലോർ മൈസെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രീ ഡെമോയും നമുക്ക് കിട്ടാം. നിങ്ങൾക്ക് ഡെമോ വേണമെങ്കിൽ ആ ഡെമോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡെമോ ആൾക്കാർ അവിടെ നിന്ന് വ്യാപാർ ആപ്പിൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഒരു സ്ക്രീൻ വരും. നമ്മുടെ ബിസിനസ് നെയിമൊക്കെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് സെയിലിൻ്റെ ഇൻവോയ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത ഉടനെ നമ്മളിപ്പോൾ ബില്ലടിക്കാനൊന്നും പോകണ്ട. ആദ്യം ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ കമ്പനിയുടെ പേരെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കണം. നമ്മുടെ കടയുടെ പേരൊക്കെ ഇതൊന്ന് എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഐക്കൺ ഉണ്ട്, കണ്ടില്ലേ, ഒരു ഹോമിൻ്റെ ഐക്കൺ, ഒരു പ്ലസ് ബട്ടണൊക്കെ ഉള്ള, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം, നമ്മുടെ കമ്പനിയുടെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. GST നമ്പർ ഉണ്ടെങ്കിൽ GST കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം. മോർ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഇൻപുട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും ആക്ച്വലി. ഇപ്പം തൽക്കാലം ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. പിന്നീടുള്ളത് ഇതാണ് ഹോം എന്നുള്ള ഓപ്ഷൻ, പാർട്ടീസ്, ഐറ്റംസ്, സെയിൽ, പർച്ചേസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിലുണ്ടാകും. നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഉണ്ടാകും. ഇപ്പോൾ നിലവിലത്തെ പ്രൈസിങ് അതാണ് എല്ലാവർക്കും അറിയേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം നമുക്ക് ട്രയൽ പീരീഡിൽ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. വ്യാപാരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിലവിൽ 2 പ്ലാനാണുള്ളത്. ഒന്ന് സിൽവർ പ്ലാൻ, രണ്ടാമത്തേത് ഗോൾഡ് പ്ലാൻ. അപ്പോൾ ഈ സിൽവർ പ്ലാൻ എന്ന് പറയുമ്പം ഇതൊക്കെയാണ്. അതിൻ്റെ വില വരുന്നത് 3399 രൂപയാണ് 1 ഇയറിലേക്ക്. ഗോൾഡ് പ്ലാൻ ആകുമ്പം ഈ ഒരു വില 3999 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് 1 മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റിയും കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഗോൾഡ് പ്ലാൻ ആണെങ്കിൽ ഇപ്പോൾ ബൈ നൗ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വിൻഡോയിൽ വരിക. അതിനുശേഷം പാർട്ട്ണർ കോഡ് RJJOV ഇതാണ് നമ്മുടെ പാർട്ട്ണർ കോഡ്. ഈ ഒരു പ്രൈസിലുള്ള ലൈസൻസാണ് നമുക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നത്. ഇതിൻ്റെ GST 719 രൂപയും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4718 രൂപ 82 പൈസയാണ് ഇപ്പം നിലവിൽ ഗോൾഡ് പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UPI വെച്ചിട്ട് പേ ചെയ്യാം, കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, EMI. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഓപ്ഷനും വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. ഇത് ഗോൾഡ് പ്ലാനിനാണ് ഈ വില. ഇനി സിൽവർ പ്ലാൻ ആകുമ്പം ഈ ഒരു 3399 രൂപ പ്ലസ് GST എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. കണ്ടില്ലേ, നമുക്ക് 3 കമ്പനിയെ സിൽവർ പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾഡ് പ്ലാൻ ആകുമ്പം അൺലിമിറ്റഡ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വേ ബില്ല് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് സിൽവർ പ്ലാൻ മതിയെങ്കിൽ ഈ സിൽവർ പ്ലാനിൻ്റെ ഒപ്പം നമുക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം ഗോൾഡ് പ്ലാൻ ആയിരിക്കും ബെസ്റ്റ്. പിന്നെ വ്യാപാര ആപ്പിൻ്റെ ഓഫർ സെയിൽസ് ഡേ മാസത്തിൽ ചില ദിവസങ്ങളൊക്കെ നടക്കാറുണ്ട്. ആ ഒരു ടൈമിൽ ഇതിൻ്റെ വില ഇതിനേക്കാളൊക്കെ കുറവായിരിക്കും, ഈ കാണുന്ന വിലയിനേക്കാളൊക്കെ കുറവായിരിക്കും. നല്ല രീതിയിൽ ഒരു 1000 രൂപയോളം വില കുറയും. അപ്പം എല്ലാ ആഴ്ചയും തന്നെ അങ്ങനെ ഒരു സെയിൽസ് ഡേ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഡൗൺലോഡ് ചെയ്യുക, ഒരു ട്രയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഫറുള്ള ടൈം ഞാൻ പറയും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്യാപാര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഏറ്റവും ആദ്യത്തെ ഒരു സെയിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. ഏറ്റവും ആദ്യം ഒരു സെയിൽ നടത്തണമെങ്കിൽ ഇതാണ്ട് ബൈ ഡിഫോൾട്ട് നമ്മൾ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ നെയിം ഇവിടെ അടിച്ചിട്ട് ഒരു ഇൻവോയ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കസ്റ്റമറിൻ്റെ നെയിം ദിലീപ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കുന്നു. നമ്മളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഒന്നും ഇതിലെടുത്ത് ആഡ് ചെയ്തിട്ടില്ല. ഒരു സാമ്പിൾ ഐറ്റം ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് സാമ്പിൾ ഐറ്റം. അപ്പോൾ സാമ്പിൾ ഐറ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ബൈ ഡിഫോൾട്ട്. അപ്പോൾ ജനറേറ്റ് യുവർ ഫസ്റ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻവോയ്സ് ജനറേറ്റ് ആവും. ഓക്കെ, ആദ്യത്തെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് ഹോം പേജ് ഇതാണ്ട് ഈ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ഈ മാസത്തെ സെയിൽ, ഈ മാസം എന്നുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ലാസ്റ്റ് മന്ത്, ദിസ് ക്വാർട്ടർ, ദിസ് ഇയർ. അപ്പോൾ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തെ സെയിൽസ് എത്രയാണ്, ആ ഒരു ടൈമിൽ എക്സ്പെൻസസ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഓവർവ്യൂ ഇവിടെ കിട്ടും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാർട്ടീസിനെ ആഡ് ചെയ്യാൻ, ഐറ്റംസിനെ ആഡ് ചെയ്യാൻ, സെയിലിൻ്റെ, പർച്ചേസിന്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇനി തുടർന്ന് അങ്ങോട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് കണ്ടാൽ മതി. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വ്യാപാര ആപ്പിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്കോ അല്ലെങ്കിൽ എന്നെയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഫോണൊക്കെ ചിലപ്പോൾ എടുത്ത് സംസാരിക്കാൻ കഴിയുന്ന വരികയില്ല. സോ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ജനറലായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.